പ്രേംലാൽ, ഈ റഷ്യയുടെ സുഖോയ് 57 എന്ന വിമാനം, ഈ വിമാനം ഇന്ത്യയുമായി ചേർന്ന് സംയുക്തമായി നിർമ്മിക്കാം എന്ന് പുടിൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനൊരു വാർത്തയുണ്ട്, എന്താണ് അതിനെക്കുറിച്ച് പറയാം? ഇത് ആദ്യമായിട്ട് പറയുന്നതല്ല. പുടിൻ ഇന്ത്യയിൽ സന്ദർശനത്തിന് വന്നപ്പോഴും ഇത് സംബന്ധിച്ച് കൃത്യമായ നിലപാട് പറഞ്ഞിരുന്നു. പൂർണ്ണതോതിൽ സാധാരണ ഏതെങ്കിലും ഒരു വിദേശ രാജ്യം അങ്ങനെ ഒരു തുറന്ന മനസ്സോടെ ഏതെങ്കിലും മറ്റൊരു രാജ്യവുമായിട്ട് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള തന്ത്രപ്രധാന പ്രതിരോധ സാമഗ്രി നിർമ്മിക്കുന്നതിന് ഒരു സമീപനം എടുക്കില്ല. ഇപ്പോൾ പുടിൻ പറയുന്നത് ഇന്ത്യയുമായി സംയുക്തമായി അത് നിർമ്മിക്കാം, അതോടൊപ്പം പൂർണ്ണതോതിലുള്ള ടെക്നോളജി ട്രാൻസ്ഫർ, സാങ്കേതിക വിദ്യ കൈമാറ്റം. ഇപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായിട്ട് പ്രതിരോധ കരാറിൽ ഏർപ്പെടുമ്പോൾ ഈ സാങ്കേതിക വിദ്യ കൈമാറ്റം അത് ഒരു കീറാമുട്ടിയാണ്. അത് അധികം ആരും അങ്ങനെ സമ്മതിച്ച് തരത്തുമില്ല. ഇല്ല. അപ്പൊ അത് അവരുടെ പിടിവള്ളിയും കൂടിയാണ്. അപ്പൊ അതുപോലും വേണ്ടാന്ന് വെച്ചിട്ട് ഇന്ത്യയുമായിട്ട് ഒരു പ്രതിരോധ ഇത്തരത്തിലുള്ളൊരു സഹകരണത്തിന് തയ്യാറാണ് എന്നാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു മാധ്യമ കൂട്ടായ്മയിൽ അദ്ദേഹം ചോദിച്ചപ്പോഴാണ് ഇതിനെക്കുറിച്ച് സുഖോയ് 57 വിമാനങ്ങൾ ഇന്ത്യയുമായി സംയുക്തമായി ഉൽപ്പാദിപ്പിക്കാനും ടെക്നോളജി ട്രാൻസ്ഫറോടുകൂടി നിർമ്മിക്കാനും ഞങ്ങൾക്ക് സദാ സന്നദ്ധമാണ്, അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളും നടപടികളിലേക്കും പോകും എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട്. നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ, അതായത് ഈ S-400 എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഉപയോഗിച്ചത്, അതും സമാനമായി അതിന്റെ S-500 എന്ന് അതിന്റെ അപ്ഗ്രേഡ് വെർഷൻ ഇന്ത്യയുമായിട്ട് സംയുക്തമായി വികസിപ്പിക്കാൻ റഷ്യ കരാറിൽ ഏർപ്പെട്ടിരുന്നു. അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ അതേ സമാന അവസ്ഥയിൽ തന്നെ ഈ സുഖോയ് 57 വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിബന്ധങ്ങളോ ഞങ്ങൾക്കില്ല. പൂർണ്ണമായും ഇക്കാര്യത്തിൽ ഇന്ത്യയെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇന്ത്യയെ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്നാണ് പുടിൻ പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ അദ്ദേഹം പറയുന്നു, ഇന്ത്യയുമായിട്ടുള്ള പ്രതിരോധ സഹകരണ കരാറുകളിൽ റഷ്യക്ക് യാതൊരു പരിധിയുമില്ല, പരിധികളില്ലാത്ത സഹകരണമാണ് ഇന്ത്യയുമായിട്ട് ആഗ്രഹിക്കുന്നത് എന്നതുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തുകൊണ്ട് ഈ സുഖോയ് 57 എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യണം. കാര്യം ഈ സുഖോയ് 57 എന്ന് പറയുന്നത് ലോകത്ത് ഇന്ന് 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങളായി പരിഗണിക്കപ്പെടുന്നതിൽ ഏതാണ്ട് 4ാമത്തെ വിമാനമാണ്. ഇപ്പം അമേരിക്കയുടെ കയ്യിൽ F-22, F-35, നമ്മുടെ ചൈനയുടെ കയ്യിൽ J-35 എന്ന് പറയുന്ന അങ്ങനെ ഈ 3 വിമാനം 4ാമത് വിമാനമായിട്ടാണ് നമ്മൾ ഈ സുഖോയ് 57 പരിഗണിക്കുന്നത്. അപ്പോൾ ഇത് 5ാം തലമുറ വിമാനത്തിൽപ്പെട്ടതാണ് എന്നാണ് റഷ്യ അവകാശപ്പെടുന്നതെങ്കിലും അത് തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ചർച്ചകളും വാദപ്രതിവാദങ്ങളും നടക്കുന്നേ ഉള്ളൂ. ഏതായാലും റഷ്യ അവകാശപ്പെടുന്നത് അത് 5ാം തലമുറയിൽപ്പെട്ട സ്റ്റെൽത്ത് കപ്പാസിറ്റിയുള്ള വിമാനം, അതായത് റഡാറുകളുടെ കണ്ണു വെട്ടിച്ച് പറക്കാൻ ശേഷിയുള്ള വിമാനം എന്നാണ് പരിഗണിക്കപ്പെടുന്നത്. ഇത് 2018 റഷ്യയുമായിട്ട് ഇന്ത്യ ഈ സുഖോയ് 57 വിമാനം സംയുക്ത സംരംഭത്തിൽ നമുക്ക് ഈ സുഖോയ് MK1 30 എന്ന് പറയുന്ന ഒരു വിമാനം നമുക്ക് ഇവിടെ ഇപ്പോൾ ഇന്ത്യൻ നിർമ്മിതമായിട്ട് നിർമ്മിക്കുന്നുണ്ട്. Su-30 വിമാനങ്ങൾ ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. അപ്പം അതേ സമാനമായി ഇതും ഇവിടെ നിർമ്മിക്കാം എന്ന രീതിയിൽ 2018 FGFA, അതായത് 5th ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ്, അങ്ങനെ ഒരു കരാറ് നമ്മളിവിടെ അതിനെക്കുറിച്ചൊരു ആലോചനയൊക്കെ വന്നിരുന്നു. പക്ഷേ നമ്മുടെ വ്യോമസേനയിലെ വിദഗ്ധർക്ക് ആ കരാറിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം ഈ റഷ്യ അവകാശപ്പെടുന്നത് പോലെ ഈ സുഖോയ് 57 എന്ന് പറയുന്ന ഈ വിമാനത്തിന് പൂർണ്ണമായും ഈ 5ാം തലമുറ വിമാനങ്ങളിൽപ്പെട്ട വിമാനങ്ങളുടെ എല്ലാ സവിശേഷതകളും ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയമുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ കരാറിൽ നിന്ന് പിൻവാങ്ങിയിട്ട് പറഞ്ഞു, നിങ്ങളത് സ്വന്തമായി ഡെവലപ്പ് ചെയ്യൂ, ഞങ്ങളത് നോക്കട്ടെ, അതിനുശേഷം നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് പങ്കാളിയാകാം എന്നൊരു ധാരണയിലാണ് പിരിഞ്ഞത്. ഇപ്പോൾ റഷ്യ സ്വന്തം നിലയിൽ ആ സുഖോയ് 57 വിമാനങ്ങൾ നിർമ്മിച്ച് അവർ പരീക്ഷണ പറക്കലെല്ലാം നടത്തി. പക്ഷേ റഷ്യ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിബന്ധം അവർ ഈ അമേരിക്ക ഏർപ്പെടുത്തിയ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നിമിത്തം അവരുടെ സ്വന്തം ആവശ്യത്തിനും അവർക്ക് കയറ്റുമതി ചെയ്യാൻ ആവശ്യത്തിനുമുള്ള സാമഗ്രികൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് ഈ സുഖോയ് 57 അവരുടെ സ്വന്തം ആവശ്യത്തിന് പോലും നിർമ്മിക്കണമെങ്കിൽ ഇന്ത്യ പോലുള്ള രാജ്യത്തിന്റെ സഹായം കൂടിയേ തീരും. കാര്യം അവർക്ക് അവരുടെ മെറ്റീരിയൽസ് ഒന്നും യഥാസമയം സംഘടിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൂടി കണ്ടുകൊണ്ടാണ് ഇന്ത്യയിലോട്ട് ഈ വെച്ച് പിടിക്കുന്നത്. ഇപ്പോൾ S-500 ആണെങ്കിലും ശരി, സുഖോയ് 57 ആണെങ്കിലും ശരി, ഇന്ത്യയുമായിട്ട് പൂർണ്ണതോതിൽ സഹകരിക്കാൻ തയ്യാറാണെന്ന് പറയുന്നതിന്റെ അടിസ്ഥാന കാരണം
ഈ ഉപരോധങ്ങൾ മൂലം റഷ്യ അനുഭവപ്പെടുന്ന ഒരു ഞെരുക്കമുണ്ട്. റോ മെറ്റീരിയൽസ് ഇല്ല. അതെ, അത് മാത്രമല്ല ഇപ്പൊ റഷ്യ എന്ന് പറയുന്നത് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വിൽപ്പന നടത്തുന്ന ഒരു രാജ്യം കൂടിയാണ് റഷ്യ. അവർക്ക് അതുമൂലം വലിയ സാമ്പത്തിക ലാഭവും കിട്ടുന്നുണ്ട്. പക്ഷെ അതിന് പോലും അവർക്ക് ഇപ്പൊ പറ്റുന്നില്ല. അപ്പൊ ഇവിടെ ഈ വിമാനങ്ങൾ ഇന്ത്യൻ നിർമ്മിതമാക്കി, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ സുഖോയ് MK-30 എന്ന് പറയുന്ന വിമാനങ്ങൾ ഇന്ത്യൻ നിർമ്മിത വിമാനങ്ങൾ കയറ്റി അയക്കുന്നുണ്ട്. റഷ്യക്ക് സാധിക്കാത്ത അവസ്ഥയിൽ ഇന്ത്യയിൽ നിർമ്മിച്ചത് കയറ്റി അയക്കുക എന്നുള്ളതാണ് അവരുടെ മനസ്സിലുള്ള ഒരു പ്ലാൻ. അപ്പൊ അത് പ്രകാരമാണ് ഈ പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്യുന്നത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോഴും ഇന്ത്യ ഈ കാര്യത്തിൽ ഇന്ത്യക്ക് ഒരു AMCA പ്രൊജക്റ്റുമായിട്ട് ഇപ്പം മുന്നോട്ട് പോകണം. അതായത് അഡ്വാൻസ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ്. ഇന്ത്യ സ്വന്തം നിലയിൽ 5ാം തലമുറ വിമാനം നിർമ്മിക്കാൻ പദ്ധതി ഇടുന്നുണ്ട്. അങ്ങനെ ഉള്ളപ്പോ നമുക്ക് ഈ സുഖോയ് 57 വേണോ വേണ്ടയോ എന്നൊരു ആശങ്ക, ഒരു ചർച്ച നടക്കുന്നതേ ഉള്ളൂ. അപ്പോ നമ്മൾ സ്വന്തം നിലയിൽ 5ാം തലമുറ വിമാനം നിർമ്മിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറെ കൂടി സമയം നമുക്ക് വേണ്ടി വരും. മിനിമം 2030 വരെയെങ്കിലും കാത്തിരിക്കണം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ആ കാത്തിരിപ്പ് വലിയൊരു അപകടമാണ്. കാരണം നമ്മുടെ ശത്രു രാജ്യങ്ങളുടെ പട്ടികയിലുള്ള ചൈനയും പാകിസ്ഥാനും, അതിൽ ചൈനയുടെ കയ്യിൽ ഓൾറെഡി 5ാം തലമുറയിൽപ്പെട്ട J-35 എന്ന് പറയുന്ന വിമാനം ഉണ്ട്. ഈ വിമാനം അവർ പാകിസ്ഥാന് കൊടുക്കാനും തയ്യാറാണ്. ഇപ്പൊ നമ്മുടെ അയൽ രാജ്യങ്ങൾ, ശത്രു രാജ്യങ്ങൾ ഈ വിമാനം കൈവശം വെക്കുമ്പോൾ നമുക്കതില്ല എന്ന് പറയുന്നത് വലിയ കുറവെന്നല്ല, വലിയ അപകടമാണ്. മാത്രമല്ല നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ കണ്ടതാണ്. ഈ ആകാശമാർഗമാണ് ഇപ്പൊ യുദ്ധമൊക്കെ നടക്കുന്നത്. നമ്മുടെ കയ്യിൽ ആ റഫേൽ വിമാനങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പിടിച്ചു നിന്നത്. അപ്പൊ അതിനെ വെല്ലാൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ അത്യാവശ്യമായിട്ട് പോയി ചൈനയിൽ നിന്ന് ഈ വിമാനമൊക്കെ വാങ്ങാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സുരക്ഷാ ഭീഷണി നിൽക്കുമ്പോൾ നമുക്ക് അടിയന്തരമായി വിമാനങ്ങൾ കിട്ടിയേ തീരും. അപ്പൊ നമ്മൾ ഈ 5ാം തലമുറയിൽപ്പെട്ട വിമാനം സ്വന്തമായി നിർമ്മിക്കുമ്പോൾ അത് 2030 വരെ കാത്തിരിക്കണം മിനിമം എന്ന് പറയുന്നത് ഒരു സമയം. അപ്പൊ ഈ ഗ്യാപ്പ് എങ്ങനെ ഫില്ല് ചെയ്യും? അപ്പൊ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി മറ്റൊരു സൊല്യൂഷൻ വരുന്നത് ഈ റഷ്യയിൽ നിന്ന് ഒരു 40 സുഖോയ് 57 വാങ്ങുക. നിർമ്മാണമല്ല, അതായത് ഇവിടെ നിർമ്മിക്കുക എന്നതിനപ്പുറം വാങ്ങുക. അതിലൊരു പകുതിയെങ്കിലും റെഡി ടു ഫ്ലൈ കണ്ടീഷനിൽ അവിടുന്ന് കൊണ്ടുവരിക, ബാക്കി പകുതി ഇവിടെ അസംബിൾ ചെയ്യുക എന്നുള്ള രീതിയിലാണ് ചർച്ചകൾ പുരോഗമിക്കുക. പക്ഷെ അതും എത്രത്തോളം കാര്യങ്ങൾ വേണ്ട ഒരു കാര്യമാണല്ലോ. പക്ഷെ അത് എത്രത്തോളം അത് മുമ്പോട്ട് പോകും നമുക്ക് ഉറപ്പില്ല. കാര്യം ഇന്ത്യ അവിടെയും റഫേൽ വിമാനങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. കാര്യം ഈ സുഖോയ് 57 5ാം തലമുറയിൽപ്പെട്ട വിമാനമാണെന്ന് അവകാശപ്പെടുമ്പോഴും അതിന് ഈ അമേരിക്കയുടെ F-35 ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് പോരായ്മകളുള്ള ഒരു വിമാനമാണെന്ന് പൊതുവെയുള്ള വിലയിരുത്തൽ ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പെർട്ടുകൾ കൊടുത്തിരിക്കുന്ന ഉപദേശം അതാണ്. അപ്പൊ നമുക്ക് അന്ധമായി ഈ സുഖോയ് 57 വാങ്ങിയാൽ തന്നെയും യഥാസമയം അതിന്റെ പാർട്സുകൾ തരാനായിട്ട് റഷ്യക്ക് പറ്റുമോ? അവർ ഈ ഉപരോധങ്ങളൊക്കെ നേരിടുന്നത് കൊണ്ട് നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് ഈ വിമാനങ്ങൾ നമുക്ക് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട്. അത് മാത്രമല്ല, ഏറ്റവും വലിയൊരു പ്രശ്നം അതല്ല, ഈ റഷ്യയും ചൈനയുമായിട്ട് വലിയ ചങ്ങാത്തത്തിലാണ്. നമ്മൾ റഷ്യൻ നിർമ്മിത വിമാനങ്ങൾ ധാരാളമായി വാങ്ങിക്കൂട്ടുന്നതിന് അങ്ങനെ ഒരു അപകടമുണ്ട്. കാര്യം നമ്മുടെ കയ്യിലുള്ള റഷ്യൻ വിമാനങ്ങളുടെ സാങ്കേതിക തികവും അതിന്റെ രഹസ്യ സ്വഭാവവും എല്ലാം ചൈനയ്ക്ക് ഹൃദിസ്ഥമാണ്. അറിയാം, മനസ്സിലായോ? ചൈനയാണെങ്കിൽ പാകിസ്ഥാനുമായിട്ട് അടുപ്പം. അതെ, അപ്പൊ ഇതും ഒരു പ്രശ്നമാണ്. റഷ്യൻ ആയുധങ്ങൾ ധാരാളമായി ഇവിടെ കൊണ്ടുവരുന്നതുകൊണ്ടുള്ള ആ ഒരു സുരക്ഷാ. അതുകൊണ്ടാണ് നമ്മൾ ഫ്രാൻസിന്റെ നമ്മുടെ റഫേൽ വിമാനങ്ങൾ വാങ്ങാനായിട്ടുള്ള ധാരണയിലേക്ക് പോയത്. കാര്യം ഈ റഫേൽ വിമാനങ്ങൾ റഷ്യയുടെ കയ്യിലില്ല, അതേപോലെ ചൈനയുടെ കയ്യിലും ഇല്ല. ഫ്രാൻസ് വേറെ ആർക്കും കൊടുക്കുന്നതും അങ്ങനെയല്ല. ഏതായാലും ചൈനയുടെ കയ്യിൽ നമ്മുടെ ശത്രു രാജ്യങ്ങളിൽ കൊടുക്കുന്നില്ല. ആ ഒരു ഉറപ്പിന്റെ പുറത്താണ് നമ്മൾ അങ്ങനെ നീങ്ങുന്നത്. അപ്പോ ഈ പറയുന്നതും അന്തരീക്ഷത്തിലുള്ള ഒരു വാർത്ത തന്നെയാണ്. ഈ സുഖോയ് 57 40 അടിയന്തരമായി വാങ്ങുമെന്നുള്ള ചർച്ചകൾ മാത്രമേ നടക്കുന്നുള്ളൂ. ഏതായാലും പുടിൻ ഇങ്ങനെ ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നത് നമ്മളത് തള്ളുമോ കൊള്ളുമോ എന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാര്യം പുടിനും റഷ്യയും ഇന്ത്യയെ സംബന്ധിച്ച് പരമ്പരാഗതമായിട്ട് അടുത്ത സൗഹൃദം പുലർത്തുന്ന രാജ്യങ്ങളാണ് റഷ്യ. അതെ, അപ്പോൾ നിലവില് റഷ്യ നേരിടുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധിയും അതേപോലുള്ള ഇത്തരം സമ്മർദ്ദങ്ങളും ഉള്ള സാഹചര്യത്തിൽ ഇന്ത്യയെ പോലൊരു രാജ്യവുമായിട്ട് സഹകരിച്ച് നീങ്ങുക എന്നുള്ളത് തന്ത്രപരമായ ഒരു നീക്കം കൂടിയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പുടിൻ നിരന്തരം നമ്മളോട് മുമ്പിൽ സമ്മർദ്ദം ഇങ്ങനെ ചെലുത്തും. അപ്പോൾ ആ കാര്യത്തിൽ തള്ളാൻ സാധ്യത കുറവാണ്. പക്ഷെ പെട്ടെന്നൊരു അനുകൂല തീരുമാനം എടുക്കുമോ എന്നുള്ള കാര്യത്തിൽ കാത്തിരിക്കും കാണേണ്ടി വരും.